നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 പുതുവർഷഫലം. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. മിഥുനം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർക്ക് കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാരേക്കാൾ ദോഷാധിക്യം ഏറിയിരിക്കും. പുതിയതായിട്ട് ചില കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോത്സാഹജനകമായിരിക്കുന്ന ചില വാർത്തകൾ കേൾക്കുവാനും ഈ വർഷത്തിൽ ഇടയുണ്ട്. ഒസ്യത്തുകളും മറ്റും അധീനതയിൽ വന്നു ചേരും. ക്ഷമാപൂർവമായുള്ള പ്രവർത്തനങ്ങളിലൂടെ കാര്യവിജയം സാധ്യമാകുന്നതാണ്. തൊഴിൽ രംഗത്തിൽ മാറ്റങ്ങളും അധിക ചിലവുകളും വന്നു ചേരാം. കർമ്മരംഗത്തിൽ വരുന്ന മാറ്റങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും ബോധപൂർവം ശ്രമിക്കേണ്ടതായുണ്ട്. കോടതി വ്യവഹാരങ്ങളിലോ തർക്കങ്ങളിലോ പ്രതിബന്ധങ്ങളും വന്നു ചേർന്നേക്കാം. വിദേശ ജോലിക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. മറ്റുള്ള വ്യക്തികൾക്കിടയിൽ അംഗീകാരവും സ്വാധീനവും വർദ്ധിച്ചേക്കും. ആത്മാഭിമാനം വർദ്ധിക്കുവാൻ ഉതകുന്ന ചില കാര്യങ്ങൾ നിർവഹിക്കുവാനും സാധിക്കുന്നതാണ്. ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി ധനം ചിലവഴിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അനാവശ്യമായിരിക്കുന്ന സംഭാഷണങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുവാൻ ശ്രമിക്കണം. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. പല രംഗങ്ങളിലും ത്യാഗമനസ്ഥിതി പ്രകടിപ്പിക്കുക വഴിയായിട്ട് നഷ്ടങ്ങളും വന്നു ചേർന്നേക്കാം. കാരണമില്ലാതെ മനസ്സ് അസ്വസ്ഥമാകും. വീഴ്ചാഭയത്തിന് സാധ്യത കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും രാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. നന്ദി, നമസ്കാരം.